നമ്മൾ പഠിക്കാൻ പോകുന്നത് തരംഗ ചലനം അതുപോലെ തന്നെ ശബ്ദം എന്നുള്ള രണ്ട് ടോപ്പിക്ക്, രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഫിസിക്സ് എന്നുള്ള ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുള്ളതാണ് ഈ ഭാഗത്തു നിന്നും. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു പടം കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് തരംഗചലനം എന്നാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് തെർമോക്കോളിന്റെ ബോളുകൾ ഇട്ടിട്ടുണ്ട്. നോക്കിയേ, അതിൽ നമ്മൾ എന്നിട്ട് വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടുവാണെങ്കിൽ, ഒരു ഓളങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ എന്ത് പറ്റുന്ന, ഈ തെർമോക്കോൾ ചുറ്റിനും ഇങ്ങനെ വ്യാപിക്കുന്നതായിട്ട് കാണാം അല്ലേ. അതായത് ജലകണികകൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് മേലോട്ടും താഴോട്ടും ഇങ്ങനെ ചലിക്കുന്നു, അല്ലാണ്ട് അതിന്റെ ദിശയ്ക്ക്, ചലന ദിശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, തരംഗത്തിന്റെ ചലന ദിശയിൽ അവയ്ക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല. അതായത് കണികളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, തരംഗ ചലനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വെള്ളത്തിന്റെ ഒരു ഭാഗത്താണ് തൊട്ടത്, അപ്പൊ അത് എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു അല്ലെ, ആ വിക്ഷോഭം എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, തരംഗ ചലനം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള തരംഗങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ജലോപരിതലത്തിലെ രൂപം കൊണ്ട തരംഗമാണ് അല്ലെ. അല്ലാണ്ട് എന്തുണ്ട്, റേഡിയോ തരംഗമുണ്ട്, പ്രകാശ തരംഗമുണ്ട്, ശബ്ദ തരംഗമുണ്ട്. അപ്പൊ നമുക്ക് തരംഗങ്ങൾ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവയെന്നും ആവശ്യമില്ലാത്തവയെന്നും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ജലോപരിതലത്തിലെ തരംഗം, അതിന് ആവശ്യമുണ്ടോ മാധ്യമം? ആവശ്യമുണ്ട് അല്ലെ, ജലം എന്നുള്ളൊരു മാധ്യമം അവിടെ ആവശ്യമുണ്ട്. അതുപോലെ റേഡിയോ തരംഗങ്ങൾ, പ്രകാശ തരംഗങ്ങൾ, അതൊക്കെ മാധ്യമം ആവശ്യമുണ്ടോ? അതൊക്കെ മാധ്യമം ആവശ്യമില്ല, അവർ ശൂന്യതയിൽ കൂടി സഞ്ചരിക്കും അല്ലെ. പ്രകാശ ശൂന്യതയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ, പിന്നെന്താണ് പ്രകാശ തരംഗങ്ങൾ, അവയൊക്കെ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. നമ്മൾ വെറുതെ വായുവിൽ ഇങ്ങനെ കൈ കാണിച്ച ശബ്ദം ഉണ്ടാവുമോ? ഇല്ല അല്ലെ, എവിടെയെങ്കിലും കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്, മാധ്യമം ആവശ്യമുണ്ട്. അപ്പൊ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളും ഉണ്ട്, മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളും ഉണ്ട്. അപ്പൊ ഈ മാധ്യമം ആവശ്യമായ തരംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, മാധ്യമം ആവശ്യമായ തരംഗങ്ങളെയാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ജലോപരിതലത്തിലെ തരംഗം, അതുപോലെ ശബ്ദ തരംഗം, അവയ്ക്കൊക്കെ മാധ്യമം ആവശ്യമുണ്ട്. അവയെ നമ്മൾ എന്ത് പറയുന്നു, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നു. ഈ യാന്ത്രിക തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ്. അതിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അതിൽ ഒന്നാമത്തേതാണ് അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്സ്. എന്താണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്? അനുപ്രസ്ഥ തരംഗത്തിന്റെ എക്സാമ്പിളാണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഒരു കയർ അല്ലെ, കയറിന്റെ അഗ്രഭാഗം ഒരു ജനൽ കമ്പിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്, കയറിൽ ഒരു റിബണോ അല്ലെങ്കിൽ പേപ്പറോ നമ്മൾ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സ്വതന്ത്രമായ അഗ്രത്തിൽ പിടിച്ച് നമ്മൾ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കും. ഒരെണ്ണം അവിടെ കമ്പിയിൽ കെട്ടി വെച്ചേക്കും, മറ്റേ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പൊ എന്താ പറ്റുന്നതെന്ന് നോക്കിയേ, ആ റിബണ്, നമ്മൾ ആ കെട്ടിയ ആ റിബണ് മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യുന്ന കാണാം, ഇങ്ങനെ ഉയരുന്നതായിട്ട്, സ്ഥാനം മാറത്തില്ല, അതിങ്ങനെ മേളിലേക്കും താഴേക്കും കമ്പനം ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായേക്കുന്നത് എന്താണ്, അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അതായത് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ആയത്. ഇപ്പൊ ഡെഫിനേഷൻ ഓർത്തിരിക്കണം, ലംബമായിട്ട്, അതാണ് എന്റെ മെയിൻ പോയിന്റ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു. നിങ്ങൾ അതിനെയാണ് എന്ത് പറയുന്നത്, അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അതിന്റെ സവിശേഷതയിൽ ഒന്നാമത്തേതാണ് ആയതി. ആയതിക്ക് ഇംഗ്ലീഷ് എന്താ പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് എന്താണ് ആയതി എന്ന് വെച്ചാൽ, തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാവുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. അപ്പൊ ഇങ്ങനെ ചലിക്കുമ്പം ഏറ്റവും ഉയരത്തിലെത്തുന്ന ഏതാണോ അതിനെയാണ് ആയതി എന്ന് പറയുന്നത്. ആയതി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, എ എന്ന ലെറ്റർ, ആംപ്ലിറ്റ്യൂഡ് അല്ലേ, അപ്പൊ എ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് തരംഗ ദൈർഘ്യം. എന്താണ് തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ, വേവ് ലെങ്ത്. തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. അതായത് ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഈ തരംഗ ദൈർഘ്യത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ലാംഡ. ലാംഡ എന്നുള്ള ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് എത്ര ആയിരിക്കും, ദൂരമാണ് അല്ലെ. അപ്പൊ മീറ്റർ ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വേവ് ലെങ്ത്. ഇനി അടുത്തതാണ് പീരീഡ്. എന്താണ് പീരീഡ്?
പീരീഡ് എന്ന് വെച്ചാൽ തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അത് ടി എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്താ, സമയത്തിന്റെ യൂണിറ്റ് തന്നെ, സെക്കൻഡ് ആയിരിക്കും അതിന്റെ യൂണിറ്റ്. കമ്പനം കണിക സഞ്ചരിക്കുന്ന സമയം. ഇനി അടുത്ത ഒരു സവിശേഷതയാണ് എന്ത്, ആവൃത്തി. എന്താണ് തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ എത്ര കമ്പനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആവൃത്തി. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയും. അപ്പം അതിന്റെ ലെറ്റർ എഫ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡിലാണ് അല്ലേ. അപ്പം കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാനെടുത്ത സമയം. ഒരു സെക്കൻഡിൽ എത്ര കമ്പനങ്ങൾ ഉണ്ടായി, അതിന് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സമയത്തിന് വരെ ടി എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/t എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ് അല്ലേ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/t ആയിരിക്കും, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഇനി അടുത്തതാണ് തരംഗ വേഗം. എന്താണ് തരംഗ വേഗം എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് വേവ്സ്. അപ്പോൾ അതിന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ വി കൊണ്ടിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം. തരംഗ ദൈർഘ്യം എന്തായിരുന്നു, ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, മാറിപ്പോകരുത്. അതെങ്ങനെ, അതിന് നമ്മൾ പറഞ്ഞു പീരീഡിനെ നമ്മൾ ടി കൊണ്ടും തരംഗദൈർഘ്യം ലാംഡയാണെങ്കിൽ തരംഗത്തിന്റെ വേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഇൻറ്റു ലാംഡ ആയിരിക്കും. എഫ് ഇൻറ്റു ലാംഡ. യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, തരംഗ വേഗത്തിന്റെ യൂണിറ്റ്. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും അനുപ്രസ്ഥ തരംഗത്തിന്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആയതി, തരംഗ ദൈർഘ്യം, പിന്നെ പീരീഡ്, ആവൃത്തി, തരംഗ വേഗം. അപ്പം അതിന്റെ യൂണിറ്റും എന്താണ് എന്ന് ഉള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതാണ് ഇനി അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങളാണെങ്കിൽ ലോജിറ്റ്യൂഡിനൽ വേവ്സ്. ഇവിടെ നോക്കി നമ്മളൊരു സ്ലിംഗ് നമ്മൾ ഒരു ഭാഗം ചുമരിൽ ഉറപ്പിച്ചിരിക്കുന്നു, മറ്റു ഭാഗം നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്നുണ്ടോ, വേവ്സ് ഉണ്ടാകുന്നുണ്ടോ. ഇങ്ങനെയുള്ള വേവ്സിനെയാണ് അനുദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് എന്താ ഉണ്ടാകുന്നത്, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു. നമ്മൾ മുമ്പേ പഠിച്ചത് എങ്ങനെയായിരുന്നു, ലംബമായിട്ടായിരുന്നു അനുപ്രസ്ഥ തരംഗം. അപ്പൊ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ അനുപ്രസ്ഥ തരംഗത്തില് ശൃംഗങ്ങളും, അതായത് ഏറ്റവും ഉയർന്ന ഭാഗത്തിന് ശൃംഗമെന്നും താഴ്ന്ന ഭാഗത്തിന് ഗർത്തം എന്നുമാണ് പറയുന്നത്. അപ്പൊ ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് അനുപ്രസ്ഥ തരംഗത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖല, അതായത് ഈ ഏറ്റവും ഉയർന്ന തരത്തിൽ പോകുന്നതിന് ഉച്ചമർദ്ദ മേഖലയെന്നും ഏറ്റവും താഴേക്ക് വരുന്നതിന് എന്ത് പറയുന്നു, നീചമർദ്ദ മേഖലകളെന്നുമാണ് പറയുന്നത്. ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഈ അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന്. നമ്മളെ പടം കാണിച്ചിരിക്കുന്നുണ്ടോ, അനുപ്രസ്ഥ തരംഗത്തിനകത്ത് ഇങ്ങനെയാണ് വേവ്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു. അപ്പുറത്താണെങ്കിലോ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. പിന്നെ അനുപ്രസ്ഥ തരംഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് ഉണ്ടാകുന്നത്. അനുദൈർഘ്യമാണെങ്കിൽ എന്താ ഉണ്ടാകുന്നത്, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണ് ഉണ്ടാകുന്നത് അനുദൈർഘ്യ തരംഗത്തിൽ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്, ലംബമായിട്ടാണ് അനുപ്രസ്ഥ തരംഗത്തിൽ, അപ്പുറത്താണെങ്കിൽ സമാന്തരമായിട്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. അനുദൈർഘ്യമാണെങ്കിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. പിന്നെ ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും ഒക്കെയാണ് പ്രധാനമായിട്ട് എന്ത്, അനുപ്രസ്ഥ തരംഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളും, ജലത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. മറ്റേ അനുദൈർഘ്യമാണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പം അതൊക്കെയാണ് മെയിനായിട്ടും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ അവയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ആയതി എന്താണ്, തരംഗ ദൈർഘ്യം, ആവൃത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ തരംഗങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗം കഴിഞ്ഞു. രണ്ട് തരത്തിലുള്ള തരംഗങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ശബ്ദത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ശബ്ദം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ശബ്ദത്തിനെ പറ്റി അല്ലേ. ശബ്ദത്തിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ശബ്ദത്തിന് പ്രേഷണം ചെയ്യാനായിട്ട് മാധ്യമം ആവശ്യമുണ്ട് അല്ലേ. മാധ്യമം ആവശ്യമുള്ള ഒരു ഇതാണ് എന്ത്, ശബ്ദം എന്ന് പറയുന്നത്.
അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്താണ് ശബ്ദത്തിൻ്റെ വേഗം. ശബ്ദത്തിൻ്റെ വേഗത എങ്ങനെയാണ്? അത് പല മാധ്യമങ്ങളിലും പലതാണ്. അതൊന്നും പഠിക്കണം കേട്ടോ, ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്. അലൂമിനിയത്തിൽ ശബ്ദത്തിൻ്റെ വേഗത 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? അതുപോലെ സ്റ്റീലിലാണെങ്കിലോ 5941. അതുപോലെ ശുദ്ധജലത്തിലും കടൽ ജലത്തിലും ഇത്തിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1482 ശുദ്ധജലത്തിൽ, കടൽ ജലത്തിൽ 1522. വായുവിൽ എങ്ങനെയാ? 343. ഹീലിയം വെറുതെ കാണിച്ചിരിക്കുന്നതാണ്. ഹീലിയത്തിൽ 965. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകാൻ പറ്റുന്നത്? ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന എവിടെയാണ്? ഖരമാണ് അല്ലേ? ഖരത്തിലൂടെയാണ്, അതായത് ഖരവസ്തുക്കളിലാണ്. സ്റ്റീലിൽ കൂട്ടുമ്പോഴല്ലേ ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശബ്ദത്തിന് എവിടെയാണ്? ഖരാവസ്ഥയിലാണ്, ഖരവസ്തുക്കളിലാണ്, ഖരമാധ്യമത്തിലാണ്. കുറവുള്ളത് എവിടെയാണ്? വാതകത്തിലാണ് ഏറ്റവും കുറവ് വേഗതയുള്ളത്. അപ്പോൾ അതാണ് ശബ്ദത്തിൻ്റെ വേഗത പറഞ്ഞത്. ഇനി ശബ്ദത്തിൻ്റെ വേഗതയും ആർദ്രതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശബ്ദത്തിൻ്റെ വേഗത ആർദ്രതയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തെന്നൊക്കെ? ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും എങ്ങനെയായിരിക്കും? ശബ്ദത്തിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ഇപ്പം അതായത് മഞ്ഞുകാലത്ത് ആർദ്രത കുറവാണ് അല്ലേ? വേനൽക്കാലത്തായിരിക്കും ആർദ്രത കൂടുതൽ. അപ്പോൾ ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ആർദ്രത കുറയുമ്പോൾ വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശബ്ദത്തിൻ്റെ വേഗത കൂടുന്നു. അപ്പോൾ ആർദ്രതയുടെ ശബ്ദത്തിൻ്റെ വേഗതയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. ആർദ്രത കൂടുമ്പോൾ വേനൽക്കാലത്ത് വായുവിൻ്റെ സാന്ദ്രത കൂടുന്നു. ആർദ്രത കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? സാന്ദ്രത കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ വേഗതയും കുറയുന്നു. അപ്പോൾ ശബ്ദവും ആർദ്രതയും എങ്ങനെയാണ്? ഒരേപോലെയാണ്. ആർദ്രത കൂടുമ്പോൾ ശബ്ദ വേഗത കൂടുന്നു, ആർദ്രത കുറയുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത കുറയുന്നു. ഇനി അവിടെ ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗദൈർഘ്യം. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണ് എന്ത് പറയുന്നത്? അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. മർദ്ദം കൂടിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സ്വാഭാവിക ആവൃത്തി, എന്താണ് പ്രരോണിത കമ്പനം എന്നുള്ളതാണ്. എന്താണ് സ്വാഭാവിക ആവൃത്തി? ഇപ്പോൾ ഒന്നുമില്ല, ഓരോ വസ്തുവും സ്വന്തമായി കമ്പനം ചെയ്യുന്ന ആവൃത്തിനെയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തു സ്വന്തമായിട്ട്, ഇപ്പം നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് എവിടെയെങ്കിലും കൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കില്ല. ഇപ്പം സ്വന്തമായിട്ട് കമ്പനം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രരോണിത കമ്പനം? നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ഒരു മേശയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത് അല്ലേ? അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് സ്വാഭാവിക ആവൃത്തിയും ട്യൂണിംഗ് ഫോർക്ക് കാരണം മേശയ്ക്കുണ്ടായ കമ്പനമാണ് പ്രരോണിത കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രരോണിത കമ്പനം. അപ്പോൾ എന്താ പറഞ്ഞത്? സ്വന്തമായിട്ട് ഒരു വസ്തുവിന് സ്വന്തമായിട്ടുണ്ടാകുന്ന ആവൃത്തിനെ സ്വാഭാവിക ആവൃത്തിയും ആ വസ്തു കാരണം മറ്റൊരു വസ്തുവിനുണ്ടാകുന്ന കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവിൽ പ്രേരണം ചെയ്യുന്ന വസ്തുവിൻ്റെ അതേ ആവൃത്തിയിലുള്ള കമ്പനത്തിനെയാണ് പ്രരോണിത കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സ്വാഭാവിക ആവൃത്തി എന്നും പറഞ്ഞു, എന്താണ് പ്രരോണിത കമ്പനം എന്ന് പറയുന്നത്. അപ്പം മേശയിൽ കൊട്ടുമ്പം കൂടുതൽ ശബ്ദം ഉണ്ടാകാൻ കാരണം എന്താ? മേശയുടെ പരപ്പളവ് കൂടുതലാണ് അല്ലേ? അതുകൊണ്ടാണ് എന്ത് ശബ്ദത്തിൻ്റെ ഉച്ചത വർദ്ധിക്കാനായിട്ട് കാരണം. ഇനി എവിടേക്കാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നതാണ്? പ്രരോണിത കമ്പനം എവിടേക്ക് ഉപയോഗിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഗിത്താർ, ചെണ്ട അവയിലൊക്കെ. ഗിത്താറിൽ എവിടെയാണ് കമ്പനം ചെയ്യുന്നത്? കമ്പിയാണ് അല്ലേ? അപ്പം സൗണ്ട് ബോർഡും വായുവും തമ്മിലുള്ള ആ ഒരു ഇതിനാണ് കമ്പനത്തിലാണ് എന്തുണ്ടാകുന്നത്? സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ ചെണ്ടയിൽ എന്തായിരിക്കും? തുകലാണ് അവിടെ കമ്പനം ചെയ്യുന്ന ഭാഗം. ഇനി അടുത്തതാണ് അനുനാദം. എപ്പോഴും സംശയമുണ്ടാകുന്ന ഒരു സംഭവമാണ്, PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് അനുനാദം? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സംഭവം തന്നെ. ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സ്വാഭാവിക ആവൃത്തി എന്നും പറഞ്ഞു, എന്താണ് പ്രരോണിത കമ്പനം എന്നും പറഞ്ഞു. അപ്പം ഈ സ്വാഭാവിക ആവൃത്തിയും പ്രരോണിത കമ്പനവും തുല്യമായി വരുന്ന ആ അവസ്ഥയിലാണ് എന്തെന്ന് പറയുന്നത്? രണ്ട് വസ്തുക്കളും അനുനാദത്തിലാണെന്ന് പറയാം. അതായത് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രരോണിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ ആ രണ്ട് വസ്തുക്കളും അനുനാദത്തിലാണെന്ന് പറയാം. പ്രരോണിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു അതിൻ്റെ പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്ന ആ ഒരു സന്ദർഭമാണിത്. അപ്പോൾ എപ്പോഴാണോ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും
പ്രണോണിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുന്നത്. ആ ഒരു അവസ്ഥയിൽ എന്ത് പറയാൻ പറ്റും? രണ്ട് വസ്തുക്കളും അനുനാദത്തിലാണെന്ന് പറയാം. ഇതിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തേതായിട്ട് ഇടിനാദം ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയൽ കൊള്ളുന്നു അല്ലേ? ജനൽ കമ്പികൾ കമ്പനം ചെയ്യുന്നു. അതിന് കാരണം എന്താണ്? അനുനാദമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതിന് കാരണം എന്താണ്? അനുനാദമാണ് കേട്ടോ. അത് രണ്ടും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ അനുനാദവുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റ് താഴെ ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേതാണ് അമേരിക്കയിലെ വാഷിങ്ടണിലുള്ള ടാക്കോമ തൂക്കുപാലം തകർന്നത്. അത് തകർന്നത് ഈ ദിവസമാണ് 1940 നവംബർ 7-നാണ്. ജസ്റ്റ് ഒരു നേരിയ കാറ്റടിച്ചതേ ഉള്ളൂ. ഒരു 15 മീറ്റർ/സെക്കൻഡ് വേഗത്തിലടിച്ച കാറ്റ് കാരണമാണ് എന്ത് ചെയ്തു? കാറ്റടിച്ചപ്പോഴത്തേനും തൂക്കുപാലം അനുനാദത്തിലാവുകയും അങ്ങനെ അത് തകരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ വായുവിൻ്റെ അനുനാദം കാരണമാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഈ പടത്തിൽ നമ്മൾ 4 ബോളുകൾ ഇട്ടിരിക്കുകയാണ്. അതിൽ 1ഉം 3ഉം ബോളുകൾ എന്താണ്? ഒരേ നീളമുള്ളവയും 2ഉം 4ഉം ബോളുകൾ ഒരേ നീളത്തിലുമാണ് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പെൻഡുലം ദോലനം ചെയ്യുമ്പോൾ മൂന്നാമത്തെ പെൻഡുലവും, അതുപോലെ രണ്ടാമത്തെ പെൻഡുലം ദോലനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നാലാമത്തെ പെൻഡുലവും ഒരേ ആയത്തിൽ ദോലനം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതെന്താ മനസ്സിലാകുന്നത്? ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ അനുനാദത്തിലായതാണ് ഇതിന് കാരണം. ഓക്കെ, ഇപ്പം 4 ബോളുകൾ നമ്മൾ തൂക്കിയിട്ടുന്നതിൽ 1ഉം 3ഉം ഒരേ നീളമാണ്. അപ്പോൾ 1ഉം 3ഉം ബോളുകൾ അനുനാദത്തിൽ വന്നു. അതുപോലെ 2ഉം 4ഉം ബോളുകൾ അനുനാദത്തിൽ വന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തതിനെ ദോലനം ചെയ്യുമ്പോൾ മൂന്നാമത്തതും, അതുപോലെ രണ്ടാമത്തതിനെ ദോലനം ചെയ്തപ്പോൾ നാലാമത്തെ ബോളും എന്ത് ചെയ്യാൻ കാരണം? ദോലനം ചെയ്യാൻ കാരണം. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? അനുനാദത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് താപനിലയും ശബ്ദത്തിന്റെ വേഗവും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്. അപ്പോൾ ഒരു മാധ്യമത്തിന്റെ താപനില വ്യത്യാസപ്പെടുത്തിയാൽ എന്ത് ചെയ്യുന്നു? ശബ്ദത്തിന്റെ വേഗവും കൂടും അല്ലേ? അതെങ്ങനെ? നമ്മളിപ്പോൾ അറിയാം 0 ഡിഗ്രി സെൽഷ്യസിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം നമുക്കറിയാം എത്ര? 331 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം നമ്മൾ ഇതിന്റെ താപനില കുറച്ച് കൂട്ടുകയാണ്. താപനില കുറച്ച് കൂട്ടിക്കഴിയുമ്പോൾ എന്താവുന്നു? ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുകയാണെങ്കിൽ 346 മീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ശബ്ദത്തിന്റെ വേഗത. അപ്പോൾ താപനില കൂടുന്നു. ഒരു മാധ്യമത്തിലെ താപനില കൂട്ടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു, വ്യത്യാസം വരുന്നുണ്ട്. ഇനി അടുത്തതാണ് എന്താണ് ശബ്ദത്തിന്റെ പ്രതിപതനം? പ്രതിപതനം ഒന്നുമില്ല, മിനുസമുള്ള പ്രതലത്തിൽ, നമ്മൾ നേരത്തെ പ്രകാശത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, മിനുസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രകാശ തരംഗങ്ങൾ പ്രതിപദിക്കുമെന്നല്ലേ? അതേപോലെ തന്നെയാണ് എന്താണ് മിനുസമുള്ള പ്രതലത്തിൽ തട്ടിക്കഴിയുമ്പോൾ ശബ്ദങ്ങളും എന്ത് ചെയ്യുന്നു? നന്നായിട്ട് പ്രതിപദിക്കും. അതിനെയാണ് പ്രതിപതന, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ പോലെ തന്നെ ശബ്ദങ്ങൾ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിപദിക്കുന്നു. അതിനെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ടതാണ് എന്താണ് ആവർത്തന പ്രതിപതനം? ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം എന്തെന്ന് വെച്ചാൽ ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് മിനുസമുള്ള പ്രതലത്തിൽ പ്രതിപദിക്കുന്നതാണ് പ്രതിപതനം. ഇനി ഒരുപാട്, അതായത് നമ്മൾ റൂമിലൊക്കെ ശബ്ദതരംഗങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ചയേക്കാറില്ല. അതെന്താണ്? ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായിട്ട് പ്രതിപദിക്കുന്നതിനെയാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തിയിരുന്ന സന്ദർഭങ്ങൾ ഒരുപാട് എണ്ണമുണ്ട്. ഒന്നാമത്തേതാണ് മെഗാഫോൺ, ഹോണുകൾ, അതുപോലെ തന്നെ നാദസ്വരം, ട്രംപറ്റ്സ്, സംഗീതോപകരണങ്ങൾ. അവയിലൊക്കെ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്? അവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കാത്ത രീതിയിലാണ്. അവിടെയൊക്കെ അപ്പം എന്താ ഉപയോഗിക്കുന്നത്? ആവർത്തന പ്രതിപതനമാണ്. പിന്നുള്ളത് സ്റ്റെതസ്കോപ്പ് അല്ലേ? സ്റ്റെതസ്കോപ്പ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാളിലൊക്കെ എന്താണ് സീലിങ്ങുകൾ വളച്ച് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അതും ഈ ഒരു ആവർത്തന പ്രതിപതനത്തിൻ്റെതാണ്. പിന്നെ സൗണ്ട് ബോർഡുകൾ, ഇതൊക്കെ ആവർത്തന പ്രതിപതനം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മെഗാഫോൺ, ഹോണുകൾ, പിന്നെ നാദസ്വരം, ട്രംപറ്റ്സ്, പിന്നെ സ്റ്റെതസ്കോപ്പ്, പിന്നെ ഹാളുകളുടെയൊക്കെ സീലിംഗ് വളച്ച് നിർമ്മിച്ചിരിക്കുന്നത്, സൗണ്ട് ബോർഡുകൾ. ഇതിനൊക്കെ പിന്നിലുള്ളത് എന്താണ്? ഗിത്താർ. അതൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. ഗിത്താർ, ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനമാണ്. ഇനി അടുത്തൊരു പോയിന്റാണ് അനുരണനം. ഇത് മാറിപ്പോവരുത്. എന്താണ്? മുമ്പേ പറഞ്ഞത് അനുനാദമായിരുന്നു, ഇത് അനുരണനമാണ്.
എന്താണ് അനുരണനം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് ആവർത്തന പ്രതിപതനം പറഞ്ഞല്ലേ. അപ്പോൾ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താ അപ്പോൾ അനുരണനം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ആവർത്തന പ്രതിപതനമാണെന്ന് ഓർത്തിരിക്കും. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തുടർച്ചയായ മുഴക്കം. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ശ്രവണസ്ഥിരത എന്താണ് ശ്രവണസ്ഥിരത? അതായത് ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം എത്ര സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രവണസ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയോബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളിത് കണ്ണിൻ്റെ അകത്ത് പഠിച്ചിട്ടില്ലേ, എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതുപോലെ തന്നെ ചെവിയുടെ കേസിൽ എത്രയാണ് 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. അതായിരിക്കും ചെവിയുടെ ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്. നോട്ട് ഓർത്ത് വെക്കണം, രണ്ടും കൂടി മാറിപ്പോകല്ലോ കേട്ടോ. അതായത് ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 0.1 സെക്കൻഡ് നേരത്തെ എന്ത് ചെയ്യുന്നു, ചെവിയിൽ തങ്ങി നിൽക്കുന്നു. ചെവിയുടെ ആ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്താ, പ്രതിധ്വനി, എക്കോ. അത് നമുക്കറിയാവുന്നതല്ല. എന്താണ്, ആദ്യ ശബ്ദം ശ്രവിച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ശബ്ദം പ്രതിപതന ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുന്നു. അതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതൊന്ന് ഓർത്തിരിക്കണം. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ, അതായത് പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ശബ്ദം വീണ്ടും കേൾക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം. ആദ്യം കേട്ട സൗണ്ട് പിന്നെയും കേൾക്കണമെങ്കിൽ പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതലായിരിക്കണം. അതൊന്ന് ഓർത്തിരിക്കണം. പ്രതിധ്വനി കേൾക്കാൻ 17 മീറ്റർ ആണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. എക്കോ കേൾക്കാനായിട്ട് വേണ്ട സമയം 17 മീറ്റർ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ കെട്ടിടങ്ങളിലൊക്കെ ഈ ശബ്ദശാസ്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. നമ്മളുടെ സിനിമാ തിയേറ്ററൊക്കെ ഇല്ലേ, സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെയൊക്കെ ചുമരുകൾ എങ്ങനെയാണ്, ചുമരുകൾ പരുക്കനാക്കുന്ന കാണുന്നുണ്ട് അല്ലേ. എന്തിനാണ് അങ്ങനെ പരുക്കനാക്കുന്നതെന്ന് അറിയാവോ? അതായത് ശബ്ദം വ്യക്തമായി ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാളുകളുടെയും ഓഡിറ്റോറിയങ്ങളുടെയൊക്കെ ചുമരുകൾ എന്ത് ചെയ്യുന്നത്, പരുക്കനാക്കിയിടുന്നത്. ഓക്കെ. ഇനി എന്താണ് കെട്ടിടങ്ങളുടെയൊക്കെ ശബ്ദശാസ്ത്രം അല്ലെങ്കിൽ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് പറഞ്ഞാൽ എന്താണ്? കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായ ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. എങ്ങനെ ശബ്ദം വ്യക്തമായ രീതിയിൽ കേൾക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി അത് പറയുമ്പം PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് മർമ്മഗോപുരത്തിന്റെ കാര്യം. ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മഗോപുരം ഈ ശബ്ദത്തിന്റെ പ്രതിപതനം ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഗോപുരത്തിന്റെ താഴെ, കുംഭഗോപുരത്തിന്റെ താഴെ വൃത്താകൃതിയിലുള്ള ചുമരുകളുടെ പാർശ്വഭാഗത്ത് എവിടെങ്കിലും ഒരു ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ഗ്യാലറിക്കകം മുഴുവൻ ആ ശബ്ദം ആവർത്തിച്ച് കേൾക്കാം. അപ്പൊ ശബ്ദത്തിന്റെ പ്രതിപതനം ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോപുരമാണ് ഇത്, മർമ്മഗോപുരം. മർമ്മഗോപുരം സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് ഓർക്കുക, ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലാണ്. അതുപോലെ വേറൊരു ഉദാഹരണമാണ് ഈ നമ്മുടെ ബീജാപ്പൂരുള്ള ഗോൾ ഗുംബസ്. കർണാടകയിലെ ബീജാപ്പൂരുള്ള ഗോൾ ഗുംബസും ഇതുപോലെ തന്നെ ശബ്ദ തരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുമരുകളിലെ ആവർത്തന പ്രതിഫലനത്തിന് വിധേയമാകുന്നു. അങ്ങനെയുള്ളതിന് പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇത്, ബീജാപ്പൂരുള്ള ഗോൾ ഗുംബസ്. അപ്പൊ രണ്ടും ഓർത്തിരിക്കുക, മർമ്മഗോപുരവും അതുപോലെ തന്നെ ഗോൾ ഗുംബസും. ശബ്ദത്തിന്റെ പ്രതിപതനം, ആവർത്തന പ്രതിപതനം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അൾട്രാസോണിക് സൗണ്ടിനെ പറ്റിയാണ്. എന്താണ് അൾട്രാസോണിക് സൗണ്ട്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അൾട്രാസോണിക് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മനുഷ്യന് കേൾക്കാനുള്ള ശ്രവണപരിധി എത്ര? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ് അല്ലെ. അതാണ് മനുഷ്യന്റെ ശ്രവണപരിധി. അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗപരിധിക്ക് പുറത്ത്, അതായത് 20,000 ഹെർട്സിന് കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അപ്പൊ 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ് എന്ത് പറയുന്നത്, അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഇനി അവയുടെ ഉപയോഗങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാണിച്ചിരിക്കുന്നതാണ് ഈ കുഴലുകൾ, ഇതുപോലെ സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ,
അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ഘടകങ്ങൾ, അവയൊക്കെ വൃത്തിയാക്കുന്നതിന് എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് സൗണ്ട് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. വൃത്തിയാക്കേണ്ട വസ്തുവിനെ പ്രത്യേക ലായനിയിൽ മുക്കി വെച്ചിട്ട് ഈ ലായനിയിലേക്ക് എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് അല്ലാണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? അൾട്രാസോണിക്. ഇവയുടെ ഉയർന്ന ആവൃത്തിയിലുള്ള കമ്പനം മൂലം പൊടിപടലങ്ങളും അല്ലെങ്കിൽ ഗ്രീസ് എന്തൊക്കെയാ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു? വേർവിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോണിക് ഘടനയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ഉപയോഗിക്കുന്നത് ഈ ലോഹഭാഗങ്ങളുടെ പൊട്ടലും വിള്ളലുകളൊക്കെ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പം ലോകഭാഗത്തിനുള്ളിലൂടെ എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് സൗണ്ട് കടത്തിവിട്ട് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ആ അൾട്രാസോണിക് തരംഗങ്ങൾ ലോഹത്തിന്റെ ഭാഗത്തിനുള്ളിലുള്ള ഡിറ്റക്ടറുകളിൽ എത്തുന്നു. അങ്ങനെ ചെറിയ പൊട്ടലോ വിള്ളലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെച്ചിട്ട് ഈ അൾട്രാസോണിക് സൗണ്ട് പ്രതിപദിക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ ഡിറ്റക്ടറുകൾ എത്തുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പൊട്ടലുകൾ വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഉപയോഗമാണ് എക്കോ കാർഡിയോഗ്രാഫി. എന്താണ്? ഈ അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. അടുത്തതാണ് അൾട്രാസോണോഗ്രാഫി. എന്താണത്? അത് ഇതുപോലെ തന്നെ വൃക്കകള്, കരളുകള്, ഗർഭപാത്രം, പിത്തസഞ്ചി, അങ്ങനെ ആന്തര അവയവങ്ങളുടെ ചിത്രം എടുക്കാനായിട്ടും അതുപോലെ എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? അൾട്രാസോണിക് സൗണ്ടുകളുടെ ഉപയോഗങ്ങളാണ്. പിന്നെ ഉപയോഗമാണ് നമ്മുടെ വൃക്കയിലെ കല്ലുണ്ടെങ്കിൽ അത് പൊടിച്ചു കളയാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ഉപയോഗമാണ് സോണാർ, അല്ലെ? PSC ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സോണാറിന്റെ ഫുൾ ഫോം? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സോണാർ SONAR ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം, അതുപോലെ ദിശ, വേഗം എന്നിവ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? സോണാർ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് സൗണ്ട് ആണ്. അതുപോലെ വേറൊരാളാണ് വവ്വാല്. അൾട്രാസോണിക് സൗണ്ട് പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവിയാണ് ഏത്? വവ്വാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അൾട്രാസോണിക് സൗണ്ടിന്റെ ഉപയോഗം. അപ്പൊ എന്തൊക്കെയാണ് ഒന്നും കൂടി പറയാം. ഒന്നാമത്തേതായിട്ട് എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ ഉൾഭാഗം വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപകരണങ്ങൾ ലായനിയിൽ മുക്കി വെച്ചിട്ട് അതിലൂടെ അൾട്രാസോണിക് സൗണ്ട് കടത്തിവിടുന്നു. അതിനപ്പം അതിനുള്ളിലുള്ള ഗ്രീസോ പൊടിപടലോ ഒക്കെ എന്ത് ചെയ്യുന്നു? വേർപെട്ട് പോകുന്നു. പിന്നെ ലോഹഭാഗങ്ങളുടെയൊക്കെ പൊട്ടലോ വിള്ളലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. പിന്നെ എക്കോ കാർഡിയോഗ്രാഫി, അതായത് ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ. പിന്നെ അൾട്രാസോണോഗ്രാഫി, അതെന്താണ്? നമ്മുടെ കരള്, വൃക്ക, ഗർഭപാത്രം അവയുടെയൊക്കെ എന്താണ്? ചിത്രമെടുക്കാനും തകരാറ് കണ്ടുപിടിക്കാനായിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് സോണാറിന്റെ ഉപയോഗം. സോണാർ എന്താണ്? കടലിനടിയിൽ, ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലങ്ങളും ദിശകളൊക്കെ കണ്ടെത്താനായിട്ട്. പിന്നെ വേറൊരു ജീവി, നമ്മുടെ വവ്വാല് ഇരപിടിക്കുന്നത് എങ്ങനെയാണ്? അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സീസ്മിക് തരംഗങ്ങളും സുനാമികളുമാണ്. എന്താണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? ഭൂകമ്പങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന തരംഗങ്ങളെയാണ് എന്ത്? സീസ്മിക് തരംഗങ്ങൾ. ലോകത്തിന്റെ പലയിടങ്ങളിലും വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന എന്താണ്? ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ വൻ വിസ്ഫോടനങ്ങൾ, അഗ്നിവിസ്ഫോടനങ്ങൾ, അവയുടെയൊക്കെ ഫലമായിട്ട് ഭൂമിയുടെ പാളിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് എന്ത്? സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഭൂകമ്പം മാത്രമല്ല, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വൻ വിസ്ഫോടനങ്ങൾ, അവയുടെയൊക്കെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളെയാണ് എന്ത് പറയുന്നത്? സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? ഈ സീസ്മിക് തരംഗങ്ങൾ രൂപപ്പെടുന്നത്. ഈ സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. എന്താണ്? സീസ്മോളജി. അപ്പൊ ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത്? സീസ്മോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. എന്താണ്? സീസ്മോളജിസ്റ്റ്. അതുപോലെ തന്നെ ഈ ഭൂകമ്പങ്ങളുടെയൊക്കെ തീവ്രത നിർണ്ണയിക്കുന്നത് എങ്ങനെയാ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? റിച്ചർ സ്കെയിലാണ്. റിച്ചർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഭൂകമ്പങ്ങളുടെയൊക്കെ തീവ്രത മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഭൂകമ്പത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പ്രാഥമിക തരംഗങ്ങൾ, അല്ലെങ്കിൽ എന്താണ്? പ്രൈമറി വേവ്സ്, അല്ലെങ്കിൽ പി തരംഗങ്ങൾ എന്ന് പറയും. ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്, അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ, പിന്നെ ഉപരിതരംഗങ്ങൾ. അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങളുടെ മറ്റൊരു പേരാണ് പ്രൈമറി വേവ്സ് അഥവാ പി തരംഗങ്ങൾ. ദ്വിതീയ തരംഗങ്ങളുടെ മറ്റൊരു പേരാണ് സെക്കൻഡറി വേവ്സ് അഥവാ എസ് തരംഗങ്ങൾ. മൂന്നാമത്തെ ഏതാണ്? പ്രതല തരംഗങ്ങൾ. ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും കൂടുതൽ അപകടകാരി എന്ന് പറയുന്നത്
അതായത് നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് ആരാന്ന് വെച്ചാൽ ഈ ഉപരിതലംഗങ്ങളാണ് കേട്ടോ. ഉപരിതല തരംഗങ്ങൾ കാരണമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും വേഗതയേറിയത് പ്രാഥമിക തരംഗങ്ങളാണ്. പ്രാഥമിക തരംഗങ്ങളാണ് ഏറ്റവും വേഗതയേറിയത് പ്രാഥമിക തരംഗവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഉപരിതല തരംഗവുമാണ്. അപ്പൊ ദ്വിതീയ തരംഗങ്ങൾക്ക് പ്രാഥമിക തരംഗങ്ങളെ കാട്ടിലും എന്തായിരിക്കും, വേഗത കുറവായിരിക്കും. ഓക്കെ. അപ്പം ഭൂകമ്പങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഈ സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചാണ് ഭൂകമ്പങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്നത്. വേഗത, അത് തീവ്രത മനസ്സിലാക്കുന്നതാണ് ഇത് റിച്ചർ സ്കെയിൽ. ഭൂകമ്പങ്ങളുടെ തീവ്രത മനസ്സിലാക്കുന്നത് റിച്ചർ സ്കെയിലും അവയുടെ അളവ് എന്തുമാത്രം ഉണ്ടായി അളവ് നിർണ്ണയിക്കുന്നതാണ് എന്ത്, സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഉപരിതല തരംഗങ്ങൾ. ഉപരിതലം എന്ന് പറഞ്ഞാൽ എന്താണ്, മേളിക്കൂടി വരുന്ന തരംഗങ്ങൾ അല്ലെ. ഈ ഉപരിതല തരംഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റാലെ തരംഗങ്ങൾ എന്നും ലവ് തരംഗങ്ങൾ എന്നും. റാലെയും ലവ് തരംഗങ്ങളെന്നും. അത് രണ്ടും എന്താണ്, ഉപരിതല തരംഗങ്ങൾ കൂടി ഭൂകമ്പം മൂലം ഉണ്ടാകാറുള്ള രണ്ട് തരംഗങ്ങളാണ്. അവയ്ക്കാണ് എന്ത്, അവയ്ക്ക് വേഗത കുറവാണ്, പക്ഷെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഉപരിതല തരംഗങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞു ഭൂകമ്പം എന്താന്ന് പറഞ്ഞു, സീസ്മോളജി എന്താന്ന് പറഞ്ഞു. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. 3 തരത്തിലുള്ള സീസ്മിക് തരംഗങ്ങളുണ്ട്, പ്രാഥമികം, ദ്വിതീയം, ഉപരിതലം. അതിൽ ഏറ്റവും അപകടകാരി ഏതാന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കേരളത്തിലുള്ള ഒരു സുനാമി ഉണ്ടായിട്ടില്ല. സുനാമിനെ കുറിച്ച് നമ്മളിനിയും പറയുന്നത്. സുനാമി എന്ന് പറയുന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സുനാമി എന്നുള്ള വാക്കിന്റെ അർത്ഥം അസു എന്ന് വെച്ചാൽ തുറമുഖം എന്നും നാമി എന്ന് വെച്ചാൽ തിരമാല എന്നാണ്. അപ്പൊ തുറമുഖ തിരമാല എന്നാണ് സുനാമി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഏത് ഭാഷയാന്ന് ചോദിച്ചാൽ ജാപ്പനീസ് ഭാഷയാണ്. നമ്മുടെ കേരളത്തിൽ എന്നാണ് സുനാമി ഉണ്ടായത്? 2004 ഡിസംബർ 26 അതായത് ക്രിസ്മസിന് പിറ്റേ ദിവസം 2004 ഡിസംബർ 24 കേരളത്തിൽ എന്തുണ്ടായത്, സുനാമി ഉണ്ടായത്. അതായത് ഈ സുനാമിയുടെ വേഗം എന്ന് പറഞ്ഞാൽ സുനാമിയുടെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്, മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെ ദൈർഘ്യവും 10 മുതൽ 1000 കിലോമീറ്റർ വരെയും വരാം. വേഗത ഉൾക്കടലിലൊക്കെ സുനാമിയുടെ വേഗത മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെയും 10 മുതൽ 1000 കിലോമീറ്റർ വരെയും വരാം. ഉൾക്കടലിൽ എങ്ങനെയാണ്, ആയതി കുറവാണ് അല്ലെ. ആയതി കുറവാണെങ്കിൽ കപ്പലുകളും മറ്റും സഞ്ചരിക്കുന്നവർക്ക് സുനാമി ഉണ്ടായതായിട്ട് പോലും അനുഭവപ്പെടാറില്ല. അവിടെ ആയതി കുറവായതുകൊണ്ട്. തിരമാലകൾ കടൽ തീരോട്ട് അടുക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, അവയുടെ ഗർത്തം കരയിൽ ഉരുസുന്നതിന്റെ ഫലമായിട്ട് വേഗവും ദൈർഘ്യവും പെട്ടെന്ന് കുറയും. അതുകൊണ്ട് എന്തായിരുന്നു, ആയതി വർദ്ധിക്കും. അതുകൊണ്ടാണ് നമുക്ക് തീരപ്രദേശത്തുള്ളവർക്ക് കൂടുതലായിട്ട് സുനാമിയുടെ ഇത് അനുഭവപ്പെടുന്നത്. ഉൾക്കടലിലാകുമ്പോൾ ആയതി കുറവായതിനാൽ സുനാമി ഉണ്ടാവാറുണ്ട്, പക്ഷെ നമുക്കത് അനുഭവപ്പെടാറില്ല. കരയിലേക്ക് പോകുന്നതോറും എന്ത് പറ്റുന്നു, അവയുടെ മറ്റേ തിരമാലകളുടെ വേഗവും തരംഗദൈർഘ്യവും ഒക്കെ കുറയുന്നത് കൊണ്ട് ആയതി നന്നായിട്ട് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു പോയിന്റാണ് ഡാർട്ട്. എന്താണ്, ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. സുനാമികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡാർട്ടിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം. ഇപ്പൊ കടലിലേക്ക് തിരകൾ സ്വാഭാവികമായിട്ടും പിന്നോട്ട് വലിയുകയാണെങ്കിൽ നമുക്ക് എന്ത്, സുനാമി മുന്നറിയിപ്പായിട്ട് കരുതി ഉയർന്ന സ്ഥലത്തേക്ക് മാറാം. പിന്നെ അപകടഘട്ടം തരണം ചെയ്യുന്ന വെച്ച് സ്വയം തീരുമാനിക്കാതെ എന്ത് ചെയ്യുക, ഔദ്യോഗിക മുന്നറിയിപ്പിനായിട്ട് കാത്തിരിക്കണം. പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത്, രക്ഷ നേടാനുള്ള തിരക്കിനിടയിൽ വസ്തുക്കൾ എടുക്കാനായിട്ട് സമയം പാഴാക്കാതെ ജീവനാണ് ഏറ്റവും വലുതെന്ന് കരുതി തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് സുനാമി വരുന്ന സമയത്ത് നമുക്ക് സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ്. അപ്പൊ ഡാർട്ടിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. ഓക്കെ, താങ്ക് യു. 2-3 പോയിന്റ് വിട്ടുപോയി. അതാണ് എപ്പോഴും PSC ചോദിക്കാറുള്ള 2-3 കാര്യങ്ങളും കൂടി പറയാം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം, അതാണ് എന്ത്, അക്വസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് അല്ലേ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടിയത് എവിടെയാണ്, ഖരമാണ്. ഖരത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അന്തരീക്ഷത്തിലൂടെയുള്ള വേഗത അറിയാമല്ലോ, എത്ര, 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് അന്തരീക്ഷത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത്. പിന്നെ ശബ്ദത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. എന്താ, സാന്ദ്രത, ആർദ്രത, അതൊക്കെയാണ് ശബ്ദത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനിയും ഇത് ചോദിക്കാറുള്ള, നേരത്തെ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഉപയോഗങ്ങൾ അറിയാം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഏത്, തീവ്രതയുടെ യൂണിറ്റ് ആണ് ഏത്, ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഏത്, ഡെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ
ഈ ശബ്ദത്തിൻ്റെ അനുവദനീയമായ സൗണ്ട് ഉണ്ട്. ആശുപത്രി മേഖലകളിലൊക്കെ ആണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 40 ഡെസിബലാണ് ആശുപത്രി മേഖലകളിലേക്ക് അനുവദനീയമായ ശബ്ദപരിധി എന്ന് പറയുന്നത്. നിശബ്ദ മേഖലകളിൽ പകല് 50 ഡെസിബലും രാത്രിയിൽ 40 ഡെസിബലുമാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ 90 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദത്തിനെയാണ് എന്ത് പറയുന്നത്, ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചെവിക്ക് തകരാറുണ്ടാക്കുന്ന എത്രയാണ്? അത് 120 ഡെസിബലിൽ കൂടുതലുള്ളതാണ് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തി ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് എന്ത്, ഗാൾട്ടൺ വിസിൽ. നമ്മൾ നായകളെയൊക്കെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണത് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. മനുഷ്യന്റെ ശ്രവണവും നമ്മൾ പറഞ്ഞു 20 ഹെർട്സും 20,000 ഹെർട്സും. ഈ 20 ഹെർട്സിൽ താഴെയുള്ളതിന് പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. 20 ഹെർട്സിന് താഴെ മറ്റേ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതം അന്നേരമൊക്കെ ഉണ്ടാകുന്ന സൗണ്ട് ഏതാണ്, ഇൻഫ്രാസോണിക് ആണ്. ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ള നമ്മൾ പറഞ്ഞ ഏതാണ്, അൾട്രാസോണിക് സൗണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾപ്പിക്കുന്നതാണ് ആന, തിമിംഗലം, ജിറാഫ്, അവയൊക്കെ ഈ ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും കേൾക്കാനും പറ്റുന്ന ജീവികളാണ്. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് മറ്റെന്താണ്, സിനിമാ ഹാളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, അകം പരുക്കനാക്കുന്നത് പ്രതിപതനം കുറയ്ക്കാനായിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രതിധ്വനിയുടെ കാര്യം പറഞ്ഞു. 17 മീറ്റർ ആണ് പ്രതിധ്വനി കേൾക്കാൻ വേണ്ട സൗണ്ട്, ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞു. പിന്നുള്ളത് എന്താണ് ഉച്ചത, അതായത് ചെവിയുടെ കർണപടത്തിലുണ്ടാക്കുന്ന കമ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ബോധമാണ് ഉച്ചത എന്ന് പറയുന്നത്. ചെവിയുടെ കർണപഥത്തിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ബോധമാണ് ഉച്ചത. പിന്നെ ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്, ഡെസിബൽ. അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിമൽ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണശ്രദ്ധ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് 1/2. നമ്മുടെ കണ്ണിൻ്റെ വീക്ഷണശ്രദ്ധ എത്രയായിരുന്നു, അത് 1/16 ആണ്. മാറിപ്പോവരുത് കേട്ടോ. ശ്രവണശ്രദ്ധയും വീക്ഷണശ്രദ്ധയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയുള്ള ശബ്ദങ്ങൾക്കാണ് സൂപ്പർ സോണിക് എന്ന് പറയുന്നത്. ശബ്ദത്തെക്കാളും ഇരട്ടി വേഗതയുള്ളതിന് സൂപ്പർ സോണിക് എന്ന് പറയുന്നു. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗതയുള്ളതിന് ഹൈപ്പർ സോണിക് എന്നും ശബ്ദത്തിൻ്റെ പകുതി വേഗതയുള്ളതിന് സബ് സോണിക് എന്നും പറയുന്നു. എന്താണ്, ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയുള്ള സൂപ്പർ സോണിക്, 5 ഇരട്ടി വേഗതയുള്ളത് ഹൈപ്പർ സോണിക്, പകുതി വേഗതയുള്ളത് സബ് സോണിക്. ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെയും എടുത്ത് പറയുന്നത് കേട്ടോ. ഈ ശബ്ദത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഡോപ്ലർ ഇഫക്റ്റ്. എന്തെന്ന് വെച്ചാൽ ശബ്ദ സ്രോതസ്സിൻ്റെയോ ശബ്ദ സ്വീകരണിയുടെയോ അല്ലെങ്കിൽ രണ്ടിൻ്റെയും ആപേക്ഷിക ചലനം മൂലം എന്താണ്, ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പം ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കാം അല്ലേ. ട്രെയിൻ അകന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഒട്ടും ഇല്ലാണ്ടാവുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു സംഭവം എന്താണ്, ഡോപ്ലർ ഇഫക്റ്റിന് എക്സാമ്പിൾ. അതൊന്നും ഒരു മണ്ണ് മാത്രം ഓർത്തിരുന്നത്. അതാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് ഇത്, വവ്വാലിനെ പിടിക്കാനായിട്ടെന്ന് പറഞ്ഞു. പിന്നെ അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് PSC ഒരുപാട് വട്ടം കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആശുപത്രി മേഖലകളിൽ 40 ആണ്. നിശബ്ദ മേഖലകളിൽ പകലാണെങ്കിൽ 50 ഡെസിബലും രാത്രിയാണെങ്കിൽ 40 ഡെസിബലും ആണ്. ഇനി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ശബ്ദ മലിനീകരണം. നമ്മുടെ ചെവിക്ക് തകരാറുണ്ടാക്കുന്നത് 120 ഡെസിബലിൽ കൂടുതലാണ്. ഡെസിബൽ എന്താണെന്ന് അറിയാമല്ലോ, ശബ്ദത്തിൻ്റെ തീവ്രതയ്ക്ക് വരുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്.